നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകസഭാ തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങും മുന്നോടിയായി സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ CPM. തെരഞ്ഞെടുപ്പിലെ CPM മുഖം അത് ശൈലജ ടീച്ചർ തന്നെയാണ്. ടീച്ചറുടെ പേര് വടകരയ്ക്ക് ഒപ്പം കണ്ണൂരിലും പരിഗണിക്കപ്പെടുന്നതായാണ് വിവരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിച്ച നേതാവ് കൂടിയാണ് KK ശൈലജ എന്ന് വ്യക്തമായി തന്നെ എല്ലാവർക്കും അറിയാം. എന്തായാലും CPM അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ EP ജയരാജന് പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയാക്കിയതിൽ പ്രതിഷേധിച്ച് നിന്നിരുന്ന EP ജയരാജൻ ഇനി മുതൽ AKG സെന്ററിന്റെ ചുമതലകളിലും സജീവമാകും. കണ്ണൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പാർട്ടി ചുമതല പങ്കുവച്ചപ്പോൾ AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ 3 പേരെയാണ് ചുമതലപ്പെടുത്തിയത്. EP, AK ബാലൻ, അതുപോലെ തന്നെ ദിനേശൻ. മുതിർന്ന നേതാവെന്ന നിലയിൽ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയും EPക്കായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്കും PB അംഗത്വത്തിലേക്കും വന്നതോടെ EP ഉടക്കി നിന്നു. സീനിയോറിറ്റി വെച്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരേണ്ടത് താനാണ് എന്നും പാർട്ടി നേതൃത്വം തഴഞ്ഞു എന്നും പറഞ്ഞായിരുന്നു EPയുടെ ഒഴിവാക്കൽ. LDF യോഗത്തിനും അത്യാവശ്യം സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ വന്നു പോകുന്ന ഒരാളായി മാറിയിരുന്നു EP. മുഖ്യമന്ത്രി വിളിച്ച് ചർച്ച നടത്തിയെങ്കിലും EP വഴങ്ങിയതുമില്ല. കഴിഞ്ഞ ആഴ്ച ചേർന്ന CPM നേതൃയോഗമാണ് AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും പാർട്ടി മുന്നണി പ്രവർത്തനങ്ങളിൽ സജീവമാക്കുവാനും നിർദ്ദേശം നൽകിയത്. കോടിയേരിയിൽ നിന്നും വ്യത്യസ്തനായി സർക്കാരിന്റെ ചില ഈ നയസമീപനങ്ങളോട് MV ഗോവിന്ദൻ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയനുമായി അടുപ്പമുള്ള EP AKG സെന്ററിന്റെ മുഖ്യ ചുമതലയിലേക്ക് വരുന്നതിന് രാഷ്ട്രീയ പ്രാധാന്യവും ഉണ്ട്.